അനിയത്തിയെ എത്തിങ്ങാനാലാക്കിയോ? ഇന്നലെ കൊണ്ടാക്കി. ആ കുട്ടി ആ വീട്ടുണ്ടെന്ന് കരുതി നിന്റെ വാപ്പാക്കെന്താ അത്ര പ്രയാസം? അവള് മാത്രമല്ല, എൻ്റെ ഉപ്പാക്ക് ഞാനും വലിയ പ്രയാസമായിരുന്നല്ലോ. തുടങ്ങി. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഇങ്ങനെ കരയാണെങ്കിൽ ഇനി ഞാനും ചോദിക്കുന്നില്ല. അതല്ല നാസർക്ക, നിങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല എനിക്ക് സങ്കടം വന്നത്. പിന്നെ ഇവിടുന്ന് പരിചയപ്പെട്ട നിങ്ങളെങ്കിലും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഹലോ, ഐവ മാമ. സെയിൻ എന്തൊക്കെ വേണ്ടെന്നാ പറഞ്ഞു? കുബൂസ് ലബാൻ, സോസേജ്, പെപ്സി, അറീസ്, ലേസ്. ആ പണി നമ്മക്ക് ശരിയാവൂല. അല്ല, വേറെ ഒന്ന് നോക്കിക്കണ്. ആ മാമല് വെള്ളം ഉണ്ടല്ലോ. ആരാ നവാസേ? അത് നമ്മുടെ അക്കരപ്പച്ചേ. അവിടെ ഇനി എ സിക്ക് ഒച്ച കുറഞ്ഞതാവും പ്രശ്നം. ഏതായാലും കഴിഞ്ഞില്ല, മൂട്ടക്ക് മരുന്നടിച്ച വെറുതെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോനെ എണീറ്റോ? ഫോണിന്റെ ബെല്ലടി കേട്ടാ ഞാൻ എണീറ്റ. ഉമ്മ വിഷമിക്കണ്ട, എനിക്കിവിടെ സഹായത്തിന് കൂട്ടുകാരൊക്കെ ഉണ്ട്. ആരാ? ഉമ്മയാ? ഇവിടെ സുരേഷ് ഉണ്ട്, ഞാൻ കൊടുക്ക. ഹലോ, ഉമ്മയാണോ? ഉമ്മ എന്തിനാ വിഷമിക്കണേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. വെറുതെ കാശ് കളയണ്ട, ഞാൻ കൊടുക്കാം. സലീന എന്തേ ഉമ്മ? കുട്ടികള് സ്കൂളിൽ പോയോ? ഇല്ല, ഞാൻ അവൾക്ക് കൊടുക്കാം. എന്നാ കൊടുക്കി. എന്താ കുട്ടികള് നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണൊക്കെ അല്ലേ? അവരിവിടെ ഉണ്ട്. അവര് നിങ്ങളെ പോലെ ചിത്രം വരയ്ക്കുന്നതാ ഇഷ്ടം. എന്നാ ശരിക്കാ, പിന്നെ വിളിക്കണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാനോ, അക്കരപ്പച്ച വന്ന് കണ്ടില്ലേ? അവൻ വന്ന് ഞാൻ കണ്ടു. സൈസ് ആണല്ലോ ബാപ്പു. ഞാൻ തേച്ചു ഷർട്ടാ, അതിട്ട് പോലെട്ടോ. അവന് കിട്ടുന്ന കാശ് ടാക്സിക്ക് തന്നെ തികണില്ല. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇവിടുത്തെ സ്വഭാവമൊക്കെ ഒന്ന് പഠിക്കണം. 4 വർഷമായിട്ടും സ്വഭാവം ഒന്നും പഠിച്ചില്ലേ? 2 ദിവസം കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാ. എന്നാലേ നമ്മളെ ബാഗ് ഇവിടെ ഉണ്ട്. വാച്ച് ഞാനേ പോയിട്ടുണ്ട് വരാം. ലുലു സൂപ്പർ മാർക്കറ്റിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ ക്യാഷ് കൗണ്ടർ തന്നെ കിട്ടും നോക്ക്. എന്നാ പിന്നെ കഴിച്ചിലായി. 4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാലോ. കുട്ടേട്ടാ, രാവിലെ എന്തോ അനൗൺസ്മെന്റ് കേട്ട്.
അത് നമ്മളെ മദ്യപാനത്തെ കുറിച്ച് വൈകിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അതിനെ കുറിച്ചാ. അതെ. താനം കൊണ്ടോ ഞാൻ കടയിക്കാം. എന്നാ ശരി. ആ ഇതാര് കുട്ടേട്ടനോ? വര് കേറിയിരിക്കും. ഇല്ല കേറുന്നില്ല. നാസർ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നിങ്ങൾ നോക്കിയിരുന്നോ? വിലക്ക് അന്വേഷിച്ചു. ഞാൻ പോയി വാങ്ങണോ അതോ നിങ്ങളും കുട്ടികളും പോയി വാങ്ങണോ? ഞാൻ പിന്നെ മാറ്റി ഇറങ്ങില്ല. നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. എന്നാ ക്ഷമയാണ് പറഞ്ഞു വിടും. ഞാൻ ഇപ്പാനേം പറഞ്ഞേക്കാം. എന്നാ ശരി. പ്രിയമുള്ളവരെ, മദ്യാസക്തിയിൽ അടിമപ്പെട്ട് നിങ്ങളുടെ സമ്പത്തും ആരോഗ്യം നഷ്ടപ്പെടുത്തി കുടുംബ പശ്ചാത്തലം തകിടം മറിച്ച് സമൂഹത്തിൽ നിന്ദിതനായി കാഴ്ചക്കാർക്ക് മുമ്പിൽ പരിഹാസപാത്രമായി ഒടുവിൽ മദ്യപാന രോഗിയായി മാറിയിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനമേകുവാൻ പ്രവർത്തിച്ചു വരുന്ന ആൽക്കഹോളിക് അനോണിമസിന്റെ ഉദ്ബോധന ക്ലാസ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് വാണിയമ്പലം UP സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മദ്യപാന രോഗത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഏവരെയും ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മദ്യമകറ്റാം വിദ്യ പകർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മദ്യത്തിൽ നിന്നും മോചനം നേടിയവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ കേരളത്തിലെ കുടിയന്മാരായ സഹോദരന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മാത്രമല്ല, വാൾ വെച്ച് കഴിഞ്ഞാൽ കോരിയെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമസ്കാരം കിട്ടോ. എന്നെ കുറിച്ച് ചങ്ങായി എന്നെ പറ്റി ഇത്ര പൊക്കിപ്പറ ഈ നാട്ടിൽ ഞാനെന്താ വലിയ കോടീശ്വരനാ. ഓക്കെ ഇങ്ങേറ്റ ജോഡിയനാണ് ഞാൻ മടിയനാ ഒറ്റ ഒന്നാണ്ട്. അടച്ചോരെ കഴിച്ചിലായി. എന്നോടാ നീ കളിക്കണ്ടേട്ടാ. ഇതിനേക്കാളും കുറെ കളി കണ്ടിട്ടുള്ളവനായി ഞാൻ. അതെ, ഞാൻ വലിയ ആളാ, വലിയ പുള്ളിയ, വലിയ കരോട്ടക്കാരനാ ഞാൻ. കരോട്ട പഠിച്ചെന്ന് 12 വർഷം ഞാൻ കരോട്ട മാഷായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്നൊന്ന് അടിച്ചേ. ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. എന്റെ വീട് കേട്ടോ. പഴം പോലൊരു പവിത്ര, ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മളെ സ്കൂളിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മറക്കൂല. സത്യം. എന്തിനാ പവിത്ര അങ്ങനെ കള്ളുടിച്ച് നടക്കണേ? കള്ളുടിച്ച് നടക്കില്ലേ ഞാൻ. കള്ളിച്ചാപ്പിൽ നിന്ന് ഓട്ടോസ് വിളിച്ച് ഇവിടെ വരാൻ 30 രൂപയാവും. അതുകൊണ്ട് കള്ളുടിച്ച് നടന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറക്കാതെ 5 മണിക്ക് ക്ലാസ്സിൽ വരണം. മനസ്സിലായോ? എക്സ്ക്യൂസ് മീ, 9 rupees. എന്തിനാ എനിക്ക് 9 rupees? എല്ലാരും പറയുന്നത് 10 രൂപ എന്ന്. അതൊന്നും ഒരു ലാഭമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ ലാഭം നോക്കാം. ചെല്ല് 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 ചെല്ല്. കോടപ്പഴം പോലൊരു വലൈക്കും അസ്സലാം. ആയിവാ. ശുക്രാൻ. മാഷാഅല്ലാ. എന്തായി? വാങ്ങിയില്ലേ? കുട്ടൻ വിളിച്ചിരുന്നു. കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. കൂടെ ഉപ്പയുണ്ടായിരുന്നു. എവിടെ വെച്ചിരിക്കുന്നത്? ഷെമിയുടെ റൂമിലെ. അത് വേണ്ട, അവന്റെ റൂമിൽ വേണ്ട. എല്ലാവരും കാണുന്ന പോലെ ഹാളിൽ വെച്ചാ മതി. മനസ്സിലായി. പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഇന്റർനെറ്റ് കഫേലൊന്നും പോരുതെന്ന് പറയണം. അതൊന്നും അത്ര ശരിയല്ല. പിന്നെ അതിലിനി പൈസ ബാക്കി ഉണ്ടെങ്കിലേ ഒരു 500 രൂപ കൊടുക്ക്. അതൊക്കെ ഞാൻ കൊടുത്തിരുന്നു. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. നേരെത്രയായി? നീ എവിടെയായിരുന്നു? നീ എന്താ മൊബൈൽ ഓഫ് ആക്കിയിരുന്നു? ഇല്ല. എന്തേ? നിന്റെ ഉപ്പ വിളിച്ചിരുന്നു. എന്തിനാണാവോ? ഉപ്പാന്റെ അളിയന്റെ കുട്ടീന്റെ 40. സ്വർണ്ണം എന്തെങ്കിലും എടുക്കാനാവൂ. അതിന് പണത്തിന് വേണ്ടി ആയിരിക്കും. അതിനാണെങ്കിൽ ഞാൻ വിളിക്കൂല. ഇതുപോലൊരു തന്ത ആർക്കും ഉണ്ടാവൂല. അതൊന്നും സാരല്ല. ഞാൻ ഒരു പെണ്ണാണെങ്കിലും ഓർക്കണ്ടേ? എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. എന്റെ അനിയത്തിനെങ്കിലും നീ കേറ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തണം. അതൊന്നും കാര്യമാക്കണ്ടടി. ഫൗസിയ, ക്ഷമിക്കണം. സംസാരത്തിനിടയില് ഞാൻ അറിയാതെ എടീന്ന് വിളിച്ചതാ. എപ്പോഴും ഇനി അങ്ങനെ വിളിച്ചാ മതി. അതിലൊരു സുഖമുണ്ട്. മാനോ,
ഒരു കാര്യം പറയാൻ സാറേ ഈ പെട്ടിയുള്ള സാധനമൊക്കെ എന്തുണ്ട്? എന്നാ ഞാൻ പിന്നെ വരാം. അത് നമ്മുടെ ബാപ്പു ആയിരിക്കും. ആഹാ നല്ല മണം. അല്ലെങ്കിൽ ഇന്നെ കാണുന്നത് ഇപ്പൊ എല്ലാവർക്കും വലിയ കുറച്ചിലാണല്ലോ. നീ കടയിൽ വന്ന സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നീ ഒരു പ്ലേറ്റ് എടുത്തിരിക്കും. അല്ലെങ്കിലും നമുക്ക് തിന്നോണ്ട് വർത്താനം പറയല്ലോ അല്ലേ. ഇന്നിപ്പോ മട്ടനൊന്നുമില്ല, ചിക്കനേ ഉള്ളൂ. നിനക്ക് പറ്റുമോ? അതിനിപ്പോ ഞമ്മക്ക് ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞമ്മള് തിന്നും. അതിന് സ്വഭാവം എന്നല്ല, ആക്രാന്തം എന്നാ പറയാ. ഇന്ന് നാട്ടിൽ നിന്ന് ആലി വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് വരും. നീ എയർപോർട്ടിൽ പോയാളൊന്ന് കൂട്ടിക്കൊണ്ട് വരണം. ബഷീറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് വണ്ടിയായിട്ട് വരാൻ. അല്ലാ, ആല് വരുന്ന നമ്മൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ച് പോത്തിറച്ചി വരട്ടിയെ കൊണ്ടുവരാൻ പറയുന്നു. അല്ല, നമ്മുടെ ജലീലിനെ കണ്ടില്ലല്ലോ. അവന്റെ വിരുന്നിന് പോക്ക് അത്ര നല്ലതിനല്ല. അവന്റെ വിരുന്ന് പോക്കൊക്കെ എനിക്കറിയാം. അവനിപ്പോ ദേഹയിലും സബ്കയിലും കറങ്ങിയെടുക്കായിരിക്കും. എന്നെ മറന്നോ നെഞ്ചകം ഇട്ട് പറന്നോ മറ്റൊരു മണിയാറ തന്നിൽ മാരനോടൊത്ത് കഴിഞ്ഞു. നല്ല പാട്ടല്ലേ? ആ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നല്ല സുഖ. പാട്ടും സിനിമയൊക്കെ കാണാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. അത്രക്ക് ആഗ്രഹമാണെങ്കിൽ ഒഴിവുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് കണ്ടോളൂ. ഏയ്, അതൊന്നും ഇപ്പൊ നടക്കും തോന്നുന്നില്ല. നാളോളം നീയെ ഇല്ല മാറയില്ല മോളെ ഉயிருള്ള നെഞ്ചകം വിട്ട് പറഞ്ഞു. അസ്സലാമലൈക്കും. കുട്ടികളൊക്കെ എവിടെ? പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ ആളിൽ തന്നെയല്ലേ വെച്ചത്? ആ, അതിന്റെ തിരക്കിലേ ഇപ്പൊ അവര്. ഷെമിയുടെ അടുത്തൊന്ന് കൊടുത്തേ. ഷെമി വാ, ഇപ്പൊ വിളിക്കുന്നു. ഹലോ. ആ, സന്തോഷായില്ലേ നിനക്ക്? ആ, സന്തോഷായി. നന്നായി പഠിക്കണം കേട്ടോ. ആ, പഠിക്കാം. ഇനി നിസ്കാരം മുടങ്ങാൻ കമ്പ്യൂട്ടർ ഒരു കാരണമാവരുത്. ആ, ശരിപ്പാ. എന്നാ വെക്കട്ടെ മോനെ.